കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് 400 വർഷം. വിഭൂതി ബുധനാഴ്ച അവന്റേൻ കുന്നിലേക്കുള്ള പ്രദക്ഷിണത്തിന് മാർപ്പാപ്പ നേതൃത്വം നൽകി. പത്രോസിന്റെ പിൻഗാമി സത്യം സംസാരിക്കാൻ സ്വതന്ത്രനായിരിക്കണം മാർപ്പാപ്പ. വിശുദ്ധ കാർലോയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്കു വേണ്ടി പുതിയ മൊബൈൽ ആപ്പ്. ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതിനെതിരെ KCBC മധ്യവിരുദ്ധ സമിതി. വാർത്തകൾ വിശദമായി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് 400 വർഷം. ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് 400 വർഷം. ബ്രഹ്മാന്തെ, മൈക്കൽ ആഞ്ചലോ, ബെർണീനി എന്നിവർ ചേർന്നാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് രൂപം നൽകിയത്. പ്രഥമ മാർപ്പാപ്പയും ശിഷ്യപ്രമുഖനുമായ വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ബഹുമാനാർത്ഥം 1626 ബസിലിക്ക സമർപ്പിക്കപ്പെട്ടത്. വിപുലമായ ആഘോഷ പരിപാടികളാണ് 400ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷങ്ങൾ 2026 നവംബർ 18 ലിയോ 14 പാപ്പയുടെ വിശുദ്ധ ബലിയോടെ അവസാനിക്കും. വിഭൂതി ബുധനാഴ്ച അവന്റേൻ കുന്നിലേക്കുള്ള പ്രദക്ഷിണത്തിന് മാർപ്പാപ്പ നേതൃത്വം നൽകി. വിഭൂതി ബുധനാഴ്ച അവന്റേൻ കുന്നിലേക്ക് ലിയോ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ പ്രദക്ഷിണം നടത്തി. 1500 വർഷമായി നിലനിന്നു പോരുന്ന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് അവന്റേൻ കുന്ന്. ഈസ്റ്ററിന് മുമ്പായി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന സഭയുടെ ആരാധനാക്രമം ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രത്യേക അവസരമാണ് അവന്റേൻ കുന്നിലേക്കുള്ള തീർത്ഥാടനം. സാൻ ആൻസൽമോ ചർച്ചിൽ നിന്ന് സാന്റസ് സബീന ഡൊമിനിക്കൻ ബസിലിക്കയിലേക്കായിരുന്നു തീർത്ഥാടനം. നോമ്പിന്റെ ആരംഭ ദിവസമുള്ള തീർത്ഥാടനത്തിന് 6ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി മാർപ്പാപ്പയാണ് ആരംഭം കുറിച്ചത്. 1953 പോപ്പ് ജോൺ 23 ഇത് പുനഃസ്ഥാപിച്ചിരുന്നു. ലിയോ 14 പാപ്പയോടൊപ്പം നോമ്പുകാലത്ത് ഈ തീർത്ഥാടനം നടന്നത് ഹൃദയങ്ങളിൽ നടക്കുന്ന ആത്മീയ പ്രവർത്തനത്തിന്റെ അടയാളവും പ്രതീകവുമായി വിലയിരുത്തപ്പെട്ടു. പത്രോസിന്റെ പിൻഗാമി സത്യം സംസാരിക്കാൻ സ്വതന്ത്രനായിരിക്കണം മാർപ്പാപ്പ. പത്രോസിന്റെ പിൻഗാമി സത്യം സംസാരിക്കാൻ സ്വതന്ത്രനായിരിക്കണം എന്ന് ലിയോ 14 പാപ്പ പ്രോ പെട്രിസെഡെ അസോസിയേഷൻ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. പത്രോസിന്റെ പിൻഗാമി അനീതിയെ തള്ളിക്കളയുകയും ദുർബലരെ പ്രതിരോധിക്കുകയും വേണമെന്നും പാപ്പ പറഞ്ഞു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് ഈ അസോസിയേഷന്റെ കർത്തവ്യം. വിശുദ്ധ കാർലോയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്കു വേണ്ടി പുതിയ മൊബൈൽ ആപ്പ്. സെയിന്റ് കാർലോ അക്വിറ്റസ് ഷ്രൈൻ ആൻഡ് സെന്റർ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്കു വേണ്ടി പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കി. യേശുവിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ കാർലോ അക്വിറ്റസ് പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നതെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ വ്യക്തമാക്കി. ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതിനെതിരെ KCBC മധ്യവിരുദ്ധ സമിതി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കവേ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതിനെതിരെ KCBC മധ്യവിരുദ്ധ സമിതി. ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി പിൻവലിക്കണം. മയക്കുമരുന്നുകളുടെ ഹബ്ബായി ഇതിനകം കേരളം മാറിയിരിക്കുന്നു. എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മദ്യശാലകളുടെ എണ്ണം കൂട്ടിയും സമയം വർദ്ധിപ്പിച്ചും സാധാരണ ജനത്തെ വേട്ടയാടരുത് മധ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി നമുക്ക് അടുത്ത ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.